ഹേ സിനിഫൽസ് അപ്പോൾ എല്ലാവർക്കും ചാനലിൽ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ വായ 2 എന്ന സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഇന്ന ദിവസം ഫെബ്രുവരി 26 6 മണിക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ സിനിമയിൽ 10 സോങ്ങാണ് ആകെയുള്ളത്. 10 പേരാണ് ഈ സോങ് ചെയ്യുന്നത്. കൽക്കി 2 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചല്ലോ. നമ്മുടെ കമൽഹാസനും അമിതാഭ് ബച്ചനും കുറേ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. കാരണം കൽക്കി എന്ന സിനിമയിൽ അവരുണ്ടെങ്കിൽ പോലും അവരൊന്നിച്ച് സെറ്റിലെത്തണ ഒരു പരിപാടി ഇല്ലായിരുന്നു. പിന്നെ അവർക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന പരിപാടിയില്ല. പക്ഷേ കൽക്കി 2-ൽ അവരെന്തായാലും ഒരുമിച്ചുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് കൽക്കി 2-ന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്നേ ദിവസം ഫെബ്രുവരി 26 വൈകിട്ട് 5 മണിക്ക് പാട്രിയോട്ട് എന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. നെൽസൺ ഡയറക്റ്റ് ചെയ്യുന്ന നമ്മുടെ രജനികാന്ത് കമൽഹാസൻ ഒന്നിച്ചെത്തുന്ന സിനിമയുടെ BTS വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും AI എന്ന് പറഞ്ഞ ഗേൾസൊക്കെ ഒറിജിനൽ തന്നെയാണ്. അപ്പോൾ അവരുടെ BTS വീഡിയോയിൽ നമുക്കതൊക്കെ കാണാം. പിന്നെ കുറേ വാർത്തകൾ വന്നായിരുന്നു. നമ്മുടെ മോഹൻലാലും മമ്മൂക്കയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മമ്മൂക്കയായിട്ടാണ് കൂടുതലും വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ഒഫീഷ്യൽ വാർത്തയല്ല. അതുകൂടാതെ നമ്മുടെ മമ്മൂക്ക സിനിമയിൽ ഇല്ലെന്ന് തന്നെയാണ് ഏകദേശം ഉറപ്പ്. കാരണം നമ്മുടെ കമൽഹാസനാണ് വില്ലനായിട്ട് എത്തുന്ന ഒരു രീതിയിലാണ് അവരുടെ ടീസറിലും ചെറുതായിട്ടൊരു ഇത് വന്നിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഒഫീഷ്യൽ വാർത്തയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും മമ്മൂക്ക സിനിമയിലില്ല. തലൈവർ 173 എന്ന സിനിമയിൽ നമ്മുടെ രജനികാന്തിൻ്റെ മകനായി ബേസിൽ ജോസഫ് എത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ശരിയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പ്രതിച്ഛായ എന്ന ചിത്രത്തിൻ്റെ നമ്മുടെ ഷർഫുദ്ദീൻ്റെ ഈ കാണുന്ന ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഷർഫുദ്ദീനാണ് സിനിമയുടെ വില്ലൻ. അപ്പോൾ എന്തായാലും നമുക്ക് നെയ്യും പോളിയും ഷർഫുദ്ദീനെ നേർക്ക് കാണാം. ഇനി 2 OTT വാർത്തകളാണ്. നമ്മുടെ ധീരം എന്ന ഇന്ദ്രജിത്ത് നായകനായ സിനിമ നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ ഈ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഷർഫുദ്ദീൻ പിന്നെ ബാസി അങ്ങനെ ഒട്ടനവധി താരങ്ങൾ അഭിനയിച്ച സിനിമയാണ് ബെജുറോഹോ ഡ്രീംസ്. സിനിമ നമ്മുടെ സൈന പ്ലേയിലൂടെ ഈ വരുന്ന ഫെബ്രുവരി 26 ഇന്നേ ദിവസം റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.